വെളുക്കാനുള്ള ക്രീം തേച്ചിട്ട് യു ഗോട്ട് ഇറ്റ്. അതിൻ്റെ അകത്ത് ഒരു കെമിക്കൽ സ്പെസിഫിക് ആയിട്ടുള്ള അത് കൂടുതലാണ്. സോ ആ കെമിക്കൽസ് കൂടുതലുള്ളതുകൊണ്ട് അവരുടെ എല്ലാം കിഡ്നിക്ക് ഡാമേജ് ഉണ്ടായി. യു അണ്ടർസ്റ്റാൻഡ്? അത് ഗൾഫിൽ നിന്ന് വരുത്തിയൊക്കെയാണ് ഓരോരുത്തർ വിൽക്കുന്നത്. മനസ്സിലായത്? അതിൻ്റെ മാനുഫാക്ചർ എവിടെയാണെന്ന് പോലും ആർക്കും അറിയത്തില്ല. അതേപോലെ തന്നെ ബിയേർഡ് ഓയിൽ, ഓക്കെ, ഹെയർ ഓയിൽ, അതിൻ്റെ അകത്തൊക്കെ ഞങ്ങൾ മുടി കിളുക്കാൻ വേണ്ടി ചില മോളിക്കൂളുണ്ട്. ഒരേ ഒരു മെഡിസിനാണ് ലോകത്ത് മുടി കിളുക്കാൻ വി ഡെർമറ്റോളജിസ്റ്റ് അഡ്വൈസ്. മിനോക്സിഡിൽ എന്ന് പറയുന്ന 5% ഉണ്ട്, 10% ഉണ്ട്. ദെൻ ഫിനാൻസ്റ്ററേറ്റ്. ഇത് 2 മോളിക്കൂളും മാത്രമല്ല ലോകത്ത് മുടി കിളുക്കാൻ കണ്ടുപിടിച്ചിട്ടുള്ള. ഇതിൻ്റെ ലോക്കൽ ആപ്ലിക്കേഷൻ കൊണ്ട് മുടി കിളുക്കാൻ പറ്റും. അത് നമ്മൾ ലൈഫ് ലോങ് യൂസ് ചെയ്യണം. യു അണ്ടർസ്റ്റാൻഡ്? യു കനോട്ട് സ്റ്റോപ്പ് ഇറ്റ്. നോ സൈഡ് എഫക്ട് മച്ച്. സോ ഈ സൊല്യൂഷന് പകരമാണ് ഈ ബിയർഡ് എണ്ണയിൽ ഇതൊക്കെ ഇത് തേച്ചിട്ട് വിൽക്കുന്ന. യു ഗോട്ട് ഇറ്റ്? സോ കണ്ടന്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിഫോർ യു ടേക്ക് എ ട്രീറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് യുവർ റിസ്ക്. യു അണ്ടർസ്റ്റാൻഡ്? അതേസമയം ഫാർമസിയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ നിങ്ങൾക്ക് കൊണ്ട് കേസ് കൊടുക്കാം. സൂപ്പർ മാർക്കറ്റിൽ ഇതിനോ പറ്റില്ല. സോ ദർ ആർ ക്രീംസ്, ഫെയർനെസ് ക്രീം, വർഷങ്ങളായിട്ട് ഫെയർനെസ് ക്രീം പേര് പറയുന്നില്ല. എവറി ഹൗസ് ദർ വിൽ ബി വൺ. ഓക്കെ, ദെൻ ദർ ആർ ഓയിൽ കമ്പനീസ്, ഓൾ ദാറ്റ്. I've heard a lot of cinema actors and actors using Botox. സോ ഇതൊരു കോൺട്രവേഴ്സി ടോപ്പിക്കാണ്. പലർക്കും ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് സോ മെനി കോൺട്രവേഴ്സീസ്. ചിലർ ബൊട്ടോക്സ് ചെയ്തിട്ട് താടി പഠിക്കാൻ പറ്റുന്നില്ല, അല്ല ഫേഷ്യൽ എക്സ്പ്രഷൻ ഇല്ല. പല ഫിലിം ഫീൽഡിലുള്ളവരും അറിയാത്ത ഒരാൾ ഫുൾ ഇഞ്ചെക്ട് ചെയ്ത് വോളിയം കൂട്ടി ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഒരു മാസ്ക് ലൈക്ക് ഫേസ് ഉണ്ടാവും. ആദ്യം നമ്മൾ അറിയണം എന്താണ് ബൊട്ടോക്സ്. ബൊട്ടോക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരാണ് നിങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. അതാണ് ആദ്യം ലോകത്ത് ഇറങ്ങിയത്. ആക്ച്വലി കണ്ടന്റ്, മെഡിക്കൽ കണ്ടന്റ് നെയിം, ഓക്കെ, ബോട്ടുലിനം ടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിനാണ് നിങ്ങളെല്ലാം ബൊട്ടോക്സ് എന്ന് പറയുന്നത്. അതൊരു കമ്പനിയുടെ പേരാണ്, അമേരിക്കൻ കമ്പനി ഇട്ട പേരാണ് ബൊട്ടോക്സ് എന്ന്. ബോട്ടുലിൻ ടോക്സിൻ പല കമ്പനികളുമുണ്ട്. സോ ഈ ബോട്ടുലിൻ ടോക്സിൻ എന്താണ്? ഇത് എന്താണ് നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നത്? ആക്ച്വലി ഇത് നമ്മുടെ സ്കിന്നിലൊന്നും ചെയ്യുന്നില്ല. ഇത് ചെല്ലുന്നത്, ഇപ്പം എന്നെ നോക്കുവാണെങ്കിൽ, ഞാൻ സ്മൈൽ ചെയ്യുവാണെങ്കിൽ എനിക്കിവിടെ ചെറിയ റിങ്കിൾസ് കാണാം, ഇവിടെ റിങ്കിൾസ് കാണാം. ഞാനും ബൊട്ടോക്സ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പം 6 മാസം കഴിഞ്ഞു, അപ്പം അത് വീൺ ചെയ്ത് പോകും, തന്നെത്താനെ അങ്ങ് പോകും. സോ ബോട്ടുലിൻ ടോക്സിൻ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള മസിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഒരു കോൺട്രാക്റ്റ് ചെയ്തിരിക്കുന്ന മസിൽ അതിനെ റിലാക്സ് ചെയ്യും. ഓക്കെ, കോൺട്രാക്റ്റഡ് മസിൽ റിലാക്സ് ചെയ്യും. അപ്പം ഞാൻ ഇവിടെ ഇഞ്ചെക്ട് ചെയ്താൽ ആ മസിൽ ടൈറ്റൻ ആവും. അപ്പം മസിൽ ടൈറ്റൻ ആകുമ്പോൾ നമ്മുടെ സ്കിന്നും ടൈറ്റൻ ആവും. ഈ ബോട്ടുലിൻ ടോക്സിൻ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം അതിന് മുകളിൽ നിൽക്കത്തില്ല. ഇതാണ് ബോട്ടുലിൻ ടോക്സിൻ എന്ന് പറയുന്നത്. കമ്പനിയുടെ പേരാണ് ബൊട്ടോക്സ്. അപ്പോൾ ഇപ്പോൾ മിക്ക കൊറിയനും ജാപ്പനീസും അങ്ങനെ കുറേ കമ്പനികൾ ഇറങ്ങിയിട്ടുണ്ട് പല പേരുകളുമായിട്ട്. ആസ് എ കോസ്മെറ്റിക് ഡെർമറ്റോളജിസ്റ്റ് ഐ വിൽ 100% tell there is no side effect with the botulinum toxin. അപ്പൊ നമ്മൾ ഈ സൈഡിലൊക്കെ ഈ ബോട്ടോക്സ് ചെയ്യുമ്പോൾ അവിടെ അനങ്ങത്തില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ അത് നമ്മൾ നോക്കേണ്ടത് ഒരു ചുരുങ്ങിയ സ്കിന്ന്, വളരെ ചുരുങ്ങിയ സ്കിന്നില്ല, എത്രമാത്രം മൂവ്മെന്റ്സ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അതനുസരിച്ച് നമുക്ക് ബോട്ടുലിൻ ടോക്സിൻ ഇഞ്ചെക്ട് ചെയ്യാം. അത് അറിയാവുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് ബോട്ടുലിൻ ടോക്സിൻ ഇഞ്ചെക്ട് ചെയ്യേണ്ടത്. യു ഗോട്ട് ഇറ്റ്? എത്ര എമൗണ്ട് ഇഞ്ചെക്ട് ചെയ്താൽ ആ ചുരുങ്ങിയ മസിൽസ് പഴയ നോർമലായിട്ടിരിക്കും. കുറച്ച് ചുളുവാണെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. മനസ്സിലായല്ലോ? പിരികം പൊക്കണമെങ്കിൽ പിരികം പൊക്കാം. യു ഗോട്ട് ഇറ്റ്? സോ മെനി കോൺട്രവേഴ്സീസ്. ചിലർ ബൊട്ടോക്സ് ചെയ്തിട്ട് താടി പഠിക്കാൻ പറ്റുന്നില്ല, അല്ല ഫേഷ്യൽ എക്സ്പ്രഷൻ ഇല്ല. പല ഫിലിം ഫീൽഡിലുള്ളവരും ഇതെല്ലാം ഒരു മിത്താണ്. മനസ്സിലായോ? നോ ഡോക്ടേഴ്സ് വിൽ എഗ്രി ഫോർ ദിസ്. യു ഗോട്ട്. അത് അവരവരുടെയൊക്കെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. താടി വെക്കുകയോ വടിക്കുകയോ പിന്നെ ബൊട്ടോക്സ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ. യു ഗോട്ട് ഇറ്റ്? ആ നേഹ പറഞ്ഞ പോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസിന് ബാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിതിൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പം അതും ഒരു 6 മാസം കഴിഞ്ഞ് വീണാവും. എല്ലാ 6 മാസം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ടു ബി യങ് യു ഹാവ് ടു കീപ്പ് ഓൺ ലൈക്ക് ഹൗ യു കമ്പയർ ഹൗ യു ഗോ ടു ജിം. ഈ ചെയ്യുന്നതൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം. കറക്റ്റ് ആഹാരം കഴിക്കുക, കറക്റ്റ് എക്സസൈസ് ചെയ്യുക, യു ലുക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്കിന്നിൽ ചെയ്യുന്ന ഒന്നും പെർമനൻ്റ് അല്ല. യു ഹാവ് ടു മെയിൻറ്റെയിൻ ഇറ്റ് എന്ത് ചെയ്താലും. ഇപ്പോൾ ഡോക്ടർ, എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഐബ്രോയുടെ അവിടെ ഇങ്ങനെ ചെയ്തിരുന്നു ബോട്ടോക്സ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഐബ്രോ താഴേക്കായി. കുറച്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 6-7 months. ഞാൻ പറഞ്ഞില്ലേ, ബോട്ടുലിൻ ടോക്സിൻ നമ്മൾ ഐബ്രോ ലിഫ്റ്റ് ചെയ്യും. ഈ താഴെ ഐബ്രോയുടെ രണ്ടിടത്തും ഒരു 2 യൂണിറ്റ്സ് കൊടുത്ത് ഐബ്രോ പൊങ്ങിയിരിക്കും. എന്തുകൊണ്ടാണ്? ബാക്കിയുള്ള മസിൽ നമ്മൾ അവിടുത്തെ മസിലിൻ്റെ ആ കോൺട്രാക്ഷനെ റിലാക്സ് ചെയ്യിപ്പിക്കുക, ആ മസിലിൻ്റെ പ്രവൃത്തി ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള മസിൽ വെളിയിലോട്ട് വലിക്കും. ഇതൊരു ടെക്നോളജിയാണ്. മനസ്സിലായല്ലോ?
അതായത് നമുക്ക് ചില മസിൽസിനെ നമ്മൾ അവിടുത്തെ ആ കോൺട്രാക്ഷനെ ഇല്ലാതാക്കും. ഇവിടുത്തെ മസിലിനെ കോൺട്രാക്ഷൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള മസിലും മേളിലോട്ട് വലിക്കും. അതാണ് ബൊട്ടോക്സ് ചെയ്യുന്നത്. അതിന്റെ എഫക്റ്റ് 6 മാസം നിൽക്കത്തുള്ളൂ, അതിന് മേളിൽ നിൽക്കില്ല. അപ്പൊ അത് 6 months കഴിയുമ്പോൾ താഴേക്ക് വരും. വീണ്ടും നമ്മൾ ഇഞ്ചെക്ട് ചെയ്യണം. ഒന്നും പെർമനന്റ് അല്ല. ഈ റോസ്മേരി വാട്ടർ അതിന്റെ കുറെ ട്രെൻഡ്സ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ ഹെയർ കളർ ചെയ്യുമ്പോഴത്തേക്കും കുറെ ഡാമേജ് വരും. അപ്പൊ ഇനി ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് ഒക്കെ യൂഷ്വലി ഇപ്പൊ ഇൻസ്റ്റഗ്രാമും ഗൂഗിളിലും ആണ് നമ്മൾ എല്ലാവരും നോക്കുന്നത്. ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ എന്തിനിപ്പോൾ സോഷ്യൽ മീഡിയയാണ് റിലൈ ചെയ്യുന്നത്. അപ്പോൾ കണ്ടിട്ടുണ്ട് റോസ്മേരി ഓയിൽ, റോസ്മേരി വാട്ടർ, അങ്ങനെ കുറേ ബ്രാൻഡ്സിലും ഉണ്ട്. പിന്നെ ഓൾസോ നമുക്ക് ഹോം റെമഡീസ് ഉണ്ട് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം അത് ഹെയറിൽ യൂസ് ചെയ്താൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവോ, ഓർ ഇസ് ഇറ്റ് ജസ്റ്റ് എ മിത്ത്? ഇറ്റ് ഈസ് എ മിത്ത്. അഗെയിൻ ഇറ്റ് ഈസ് എ മിത്ത്. എന്താണെന്ന് ചോദിച്ചാൽ ഹെയർ ഫോളിൻ്റെ റീസൺ പലതായിരിക്കാം. ഓക്കെ, യൂസ് ചെയ്യുന്ന റോസ്മേരി, വെളിച്ചെണ്ണ, ഇതൊന്നും ഹെയർ ഗ്രോത്തിനെ ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞങ്ങൾ പഠിച്ച സയൻസിലും മോഡേൺ മെഡിസിനും വി ഡോണ്ട് അഗ്രി നത്തിങ് ക്യാൻ ഗ്രോ ഹെയർ. യു അണ്ടർസ്റ്റുഡ്? ദർ ആർ സോ മെനി, ഐ എം നോട്ട് അഗെയിൻസ്റ്റ് എനി ഓയിൽ കമ്പനീസ്, ദർ ആർ സോ മെനി ഓയിൽസ്. എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എൻ്റെ ചെറുപ്പത്തിലും എൻ്റെ മകൻ്റെ തലയിൽ എണ്ണ അയച്ചു നമ്മുടെ എല്ലാം അല്ലേ. സോ എണ്ണ കൊണ്ട് ഒരിക്കലും മുടി കിളുക്കത്തില്ല. ഇനി ഇത് ആരെയാണ് കാണിക്കേണ്ടത്? നമുക്കൊരു ഹെയർ ഫോൾ ഉണ്ടാകും, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക. ഏത് ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക? ഞങ്ങളുടെ ഡെർമറ്റോളജിയിൽ സ്കിൻ, ഹെയർ, നെയിൽ, ഇത് മൂന്നും ഓരോരോ വോളിയം ബുക്കുകളാണ് പഠിക്കേണ്ടതും അതിനെ ട്രെയിൻ ചെയ്യേണ്ടതും അതിൻ്റെ തീസിസ് ചെയ്യുന്നു നോക്ക്. സോ ഒരു ഹെയർ ഫോൾ ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അവരുടെ പാരമ്പര്യത്തിൽ എങ്ങനെയായിരുന്നു, ജനറ്റിക്. സെക്കൻഡ്, അവർ യൂസ് ചെയ്യുന്ന വെള്ളം. തേർഡ്, ഇൻടേക്ക്, മുടിക്ക് വേണ്ട വൈറ്റമിൻസ് അവരെടുക്കുന്നുണ്ടോ. 4, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം, അതായത് തൈറോയ്ഡ് ആണെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവും, എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവും. ഇത് പഠിക്കാതെ ഡയറക്റ്റ് പോയി എണ്ണ തേക്കുക, റോസ്മേരി തേക്കുക, ഇതിലൊന്നും, ഇതെല്ലാം കമ്പനിക്കാരുടെ ഒരു ടെക്നോളജി, ഹൗ ടു സെൽ ദം. യു ഗോട്ട് ഇറ്റ്. സോ ഹെയർ ഫോൾ ഉണ്ടാകുന്ന ഒരാൾ ആദ്യം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക, എന്നിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റ് ചിന്തിക്കുക. യു അണ്ടർസ്റ്റുഡ്? No oil or no rosemary can grow hair. Because I've seen a lot of people doing the trend like rosemary water. ഇത്രയും ഡേയ്സിൽ യൂസ് ചെയ്താൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ത്രീ ടൈംസ് എ ഡേ യു ഷുഡ് സ്പ്രേ ഇറ്റ് ഓൺ യുവർ ഹെയർ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഗ്രോത്ത് ഉണ്ടാവും, ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇറ്റ് വാസ് ഓൾവേസ് ലൈക്ക് ഓൺ മൈ ബ്രെയിൻ, ഓ റോസ്മേരി വാട്ടർ ട്രൈ ചെയ്താൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, ഓൾ ഡാമേജ് വിൽ ബി റിവേഴ്സ്ഡ്. ചെറുപ്പത്തിൽ റോസ്മേരി വാട്ടർ അല്ല, അന്ന് ആൽമണ്ട് ഓയിൽ. ആൽമണ്ട് ഓയിൽ വാസ് ലോട്ട് ഓഫ് സം പീപ്പിൾ യൂഷ്വലി ഗോ ടു ദ സലൂൺ. ഇപ്പം എന്താ ഹെയർ ടെക്സ്ചറൈസ്ഡ് ആണെങ്കിൽ ദേ ഡു ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെരാറ്റിൻ ആൻഡ് സ്ട്രെയിറ്റിംഗ്, ബോട്ടോക്സ്, ഹെയർ ബോട്ടോക്സ്, ബ്ലോ ഔട്ട്, പെർമനന്റ് ബ്ലോ ഔട്ട്. അപ്പോൾ ഈ ഹെയർ ടെക്സ്ചർ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പോണെങ്കിലും അത് കൂടുതൽ ഡാമേജ് ആണ് അത് കൊണ്ടുവരാനുള്ളതിനാണ് ഞാൻ അഗ്രി ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ എത്രത്തോളം കണ്ടേക്കുന്നത് മൈ ഫ്രണ്ട്സ്, അ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്, ഇപ്പോൾ ലൈക്ക് നേഹക്കും ഫ്രണ്ട്സ് ഉണ്ടാവും, a lot of people hair texture reverse ചെയ്യാനും പിന്നെ ഹെൽത്തി ഹെയറിന് വേണ്ടിയായിരിക്കും ഒരു സലൂണിൽ പോണത്. See, I am not against any beautician. Many of them I know in the city. Okay? അതിലൊരു ജെനുവിൻസിറ്റി ഉണ്ട്. നമുക്ക് ഒരു ഹെയർ സ്ട്രെയിറ്റനിങ്, ഓക്കെ, ഹെയർ ഒരു പെൺകുട്ടി 17-18 ഇയേഴ്സ് അല്ലെങ്കിൽ 18 ഇയേഴ്സ് കഴിഞ്ഞിട്ട് മുടി ഭയങ്കര ചുരുണ്ടതാണ്, അതിനകത്ത് ആ ചുരുണ്ട മുടിയിൽ ഷീ ഈസ് നോട്ട് ലുക്കിംഗ് ഗുഡ്, ദെൻ ഷീ ക്യാൻ ഗോ ഫോർ ഹെയർ സ്ട്രെയിറ്റനിങ്, നോ അതർ ചോയ്സ്. ഒരു ഡോക്ടറായിട്ട് ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യണമെന്ന്, പക്ഷേ ആ കുട്ടിയുടെ ആ ഒരു കോംപ്ലക്സ് മാറ്റിയെടുക്കാൻ നമ്മളവിടെ പറയും വൺസ് ഇൻ എ ഇയർ യു ക്യാൻ ഡു ഹെയർ സ്മൂത്തനിങ്. ഓക്കെ, നമ്മൾ സാറിന് ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്യുന്ന ഗാട്ട് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തതാണ്. അതിനകത്ത് കെമിക്കൽസ് കൂടുതലാണ്. കെമിക്കൽസ് കൂടിയത് അതിൻ്റെ കണ്ടന്റ് നോക്കണം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് അല്ലേ, യു ഷുഡ് ഗോ വാട്ട് കണ്ടന്റ് യു ആർ യൂസിങ്. യു ക്യാൻ ആസ്ക് ദ ബ്യൂട്ടീഷ്യൻ, ഷീ വിൽ ടെൽ വാട്ട് ഐ ആം യൂസിങ്. ഗാട്ട് ക്യാൻ കോസ് ഹെയർ ഫോൾ, ഹെയർ സ്പ്ലിറ്റ് ഉണ്ടാക്കും. സോ യു ക്യാൻ ഗോ ഫോർ എ സ്മൂത്തനിങ് വൺസ് ഇൻ എ ഇയർ. സെക്കൻഡ്, സ്ട്രെയിറ്റനിങ്, നോട്ട് ഓൾ ടൈം. യു ഗോട്ട് ഇറ്റ്. തേർഡ് വൺ, കെരാറ്റിൻ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കെമിക്കൽസ് ആണ് ഇമ്പോർട്ടൻ്റ്. റീസെൻ്റ്ലി ഇതൊരു കോൺട്രവേഴ്സി സബ്ജക്റ്റാണ്, ചാനലിൽ കാണുന്നുണ്ട്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ കെരാറ്റിൻ ചെയ്യല്ലേ, ബൊട്ടോക്സി ചെയ്യല്ലേ, അതിനകത്ത് ഇതിൻ്റെ എല്ലാം ഹൗ ദ കമ്പനി മെയ്ഡ് ദ കണ്ടന്റ്. ആ കണ്ടന്റിൽ എന്തെങ്കിലും ക്യാൻസർപരമായിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പാടില്ല. നമുക്കത് വായിച്ച് നോക്കാം കണ്ടന്റ്, എന്നിട്ട് ചെയ്യാൻ പറ്റും. കെരാറ്റിൻ ചെയ്യാം. ബൊട്ടോക്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ബൊട്ടോക്സ് അതൊരു പ്രത്യേകതരം ലിക്വിഡാണ് അവർ യൂസ് ചെയ്യുന്നത്. ബോട്ടിലൻ ടോക്സുമായിട്ട് യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. സോ you should check what is a content using, then you can do it. But at the end of the day, I agree, Hiba, these are all chemicals, this can damage the hair. അപ്പം ഡോക്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ഈ ഹെയർ PRP പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഇല്ലേ, PRP ഉണ്ട്, പിന്നെ ഹെയർ എക്സ്റ്റൻഷൻസ്
അങ്ങനെയൊക്കെയോ ട്രീറ്റ്മെന്റ്സ് ഒക്കെ? ഇപ്പം ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് ഫസ്റ്റ് ഡയഗ്നോസിസ്, ഇപ്പം ഹിബ വരുവാണെങ്കിൽ ഷീസ് യങ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ യുവർ ഹെയർ ഫോൾ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ടർ. സോ ഐ വിൽ ടെൽ നോർമൽ മിനറൽ വാട്ടറിൽ തല കഴുകാൻ എന്ന് പറയുക. 2, ഇനി വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ, സ്പെസിഫിക് ടെസ്റ്റ് ഉണ്ട്, ബയോട്ടിൻ, സിങ്ക്, സെലനിയം. ആ ടെസ്റ്റുകൾ ചെയ്തിട്ട് അത് കുറവുണ്ടെങ്കിൽ അത് സപ്ലിമെൻറ്റ് തരിക. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്യുക. ഹെയർ ഏജ് ഐ എം ടെല്ലിങ്. 4th one, if genetic ആണെങ്കിൽ then I should start with the minoxidil. But she is young, we don't start. But heavy hair fall, we have to start. Then എന്തെങ്കിലും other internal disease ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. തൈറോയിഡ് ഉണ്ടോ, ഓക്കെ, എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടോ, then we start the treatment. ട്രീറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എന്തുവാണ്, ഫസ്റ്റ് ഈസ് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫിൻ്റെ ലോഷൻ, ഷാംപൂ, ഓക്കെ. വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ വൈറ്റമിൻ സപ്ലിമെൻറ്റ് ചെയ്യും. തൈറോയിഡ് ഉണ്ടെങ്കിൽ തൈറോയിഡോട് ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ജനറ്റിക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ജനറ്റിക് ആണെങ്കിലും തൈറോയിഡിലാണെങ്കിലും നമ്മൾ ആഡഡ്, അതായത് ഒരു ചെടിക്ക് നമ്മൾ വളമിടുന്ന തുല്യമാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്നത്. നമ്മുടെ ബ്ലഡ് എടുക്കുക, അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പം നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ഒരു 10 times ആവും. 150,000 ആണെങ്കിൽ 10 times ആവും. അതിനാണ് ഇപ്പോൾ ഗ്രോത്ത് ഫാക്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമ്മളതെടുത്തിട്ട് ഡയറക്റ്റ് സ്കാൽപ്പിൽ ഇഞ്ചെക്ട് ചെയ്യും. once in 2 weeks ഒരു 6 session ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയറിന് കുറച്ചുകൂടെ ബെഡോ ഇതാവും. യു അണ്ടർസ്റ്റുഡ്? ട്രീറ്റ് ദ കോസ്, ഡോണ്ട് ഗോ ഡയറക്ട്ലി ജംപ്. പിന്നെ നേഹ, ഞാൻ കുറേ പേര് ഇത് ചെയ്യണം കണ്ടിട്ടുണ്ട്. അത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് അവരുടെ ഹെയർ ടെക്സ്ചറും ഹെയർ ടൈപ്പും അറിയാണ്ട് അവർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത്, അത് ആക്ച്വലി ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോളിനും എഫക്ട് ചെയ്യുന്നതിനെ എനിക്ക് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. നമ്മുടെ ഷാംപൂസ് തന്നെ എനിക്ക് എല്ലായിടത്തും ഒരാൾ ഈ ഷാംപൂ ആണോ യൂസ് ചെയ്യുന്നത് ഇതിന്റെ ഒരു ഷാംപൂ പണ്ട് നമുക്ക് വാങ്ങിച്ച് ഇങ്ങനെ വെച്ച് അന്ന് തൊട്ടേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് അത് മനസ്സിലായി എന്റെ ഹെയർ ടെക്സ്ചറിന് പറ്റാത്തതാണ് ഷാംപൂ. അതാണ് ഞാൻ കുറെ ലൈക്ക് ചിലവർക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവുണ്ടാവില്ല. അവരുടെ ഹെയർ ടെക്സ്ചർ എങ്ങനെയാണ്, അവരുടെ ഹെയർ പൊറോസിറ്റി എത്രയാണെന്നുള്ളതൊന്നും അവർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അവരത് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ പറയാൻ പറ്റില്ല, ബിക്കോസ് അത് അവർ ജോബ് അല്ലെ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾക്ക് എന്താണ് പറ്റുന്നത് നമ്മൾ തിരിച്ചറിയണം. അത് ആക്ച്വലി പറ്റാറുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ഡോക്ടർ സംഭവിക്കാറുണ്ടോ? നമ്മളിപ്പോൾ കറക്റ്റ് പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ നമ്മുടെ ഹെയർ ടെക്സ്ചറും ഹെയർ ടൈപ്പും നല്ലതാവോ? ഓക്കെ, ഫോർ ദിസ് ഐ വിൽ ടെൽ യു. നമ്മൾ ചെറുപ്പം പോലെ നമ്മൾ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി സോപ്പ് വാങ്ങിക്കുന്നത്, നമ്മൾ ഫാർമസി നല്ല വാങ്ങിക്കുന്നത്, ഓക്കെ. ഒരു സൺസ്ക്രീൻ വാങ്ങിക്കുന്നു, നമ്മൾ ചെറുപ്പം പോലെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റാണ്, ഓക്കെ. യൂസ്വലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഷാംപൂ, ഓൾ ദാറ്റ്. ഇപ്പോൾ എല്ലാം നമുക്കൊരു ഫാർമസി പോയി വാങ്ങിക്കാൻ പറ്റത്തില്ല. ദർ ആർ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫാർമസി പ്രൊഡക്റ്റ് ആൻഡ് എ സൂപ്പർ മാർക്കറ്റ്. ഫാർമസിയിൽ എന്തുവാണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് പ്രൊഡക്ട്സ് ആയിരിക്കും താഴെ എഴുതി കാണും. അതല്ലെങ്കിൽ അതിൻ്റേതായ ഗവൺമെൻറ് അപ്രൂവ്ഡ് കിട്ടിയതാണ് നമ്മൾ വിൽക്കുന്നത്. അതേസമയം ഒരു സൂപ്പർ മാർക്കറ്റിലുള്ള ഒന്നും ഡെർമറ്റോളജി ടെസ്റ്റഡ് ആയിരിക്കണമെന്നില്ല. സോ ഒരു OTC പ്രോഡക്റ്റ് എന്ന് പറയും, ഇറ്റ് ഈസ് യുവർ ചോയ്സ്. ഇഫ് യു റിയലി have a hair fall or you have really a face pigmentation, all that, you have to meet a dermatologist, ask what is my skin, all that. There are in Kochi also there are thousands of dermatologists practicing, so you can meet and you can talk to them. അതായത് ഡോക്ടർ പറയുന്നത് നമ്മൾ ഈ ആഡിൽ വരുന്ന ക്രീംസ് ഒക്കെ അതൊന്നും തെറ്റല്ല, നല്ലതാണ്. പക്ഷേ നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞു വേണം ഓരോ ക്രീംസും യൂസ് ചെയ്യാൻ. You know your skin, then you choose it. You got every time you cannot buy pharmacy products or doctor's products. Analyze yourself first. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പോൾ നമ്മൾ ഈ ബോട്ടോക്സിന്റെ കാര്യം, ഫില്ലേഴ്സിന്റെ കാര്യം, പിന്നെ ചിൻ എക്സ്റ്റൻഷൻസിന്റെ കാര്യമൊക്കെ സംസാരിച്ചല്ലോ. അപ്പോൾ ഈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോഴും ഇപ്പം ഇതേപോലെ MBBS, MD, പിന്നെ കോസ്മെറ്റോളജി അത് പഠിച്ചവരല്ലാതെ ഒത്തിരി ആളുകൾ ഇത് ചെയ്യുന്നവരും ഉണ്ട്, സക്സസ്ഫുൾ ആയിട്ട് റിസൾട്ട് കൊണ്ടുവരുന്നവരും ഉണ്ട്. അപ്പോൾ ആളുകൾ ശരിക്കും കൺഫ്യൂഷനാണ്, ഇതെവിടെ പോകണം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കുമോ പലപ്പോഴും ഇത് ചെയ്യരുത്, അത് ചെയ്തപ്പോൾ ശരിയായില്ല എന്നൊക്കെ തോന്നൽ ആളുകൾക്ക് വരുന്നത്. യു ആർ റൈറ്റ്, യു ആർ വെരി റൈറ്റ്. യു നോ വൺ തിങ്, നമുക്ക് നമ്മുടെ ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു റൂൾ ഇല്ല. യു അണ്ടർസ്റ്റുഡ്? യു നോ, ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എല്ലായിടത്തും പോയി നോക്കാനൊന്നും പറ്റുന്നില്ല, മനസ്സിലായല്ലോ. സോ ഈവൻ വി ഹാവ് കൊച്ചിൻ ഡെർമറ്റോളജി ഗ്രൂപ്പ് ഓൾസോ. സി, എത്രയെന്നും പറഞ്ഞ് നമുക്കൊരു കോക്രിയെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എത്ര പോയിന്റ് പുറത്തുനിന്ന് ആർക്കും അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡെർമറ്റോളജിസ്റ്റ് ആണ്. അതാണ് TCMC രജിസ്ട്രേഷൻ ചെക്ക് ചെയ്യുക. ട്രാവൻകൂർ കൊച്ചിൻ ഡെർമറ്റോളജി അല്ലെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൻ്റെ റെഗുലേഷൻ ഉള്ള ഒരു ഡോക്ടറൊക്കെ പോവുക. ദെൻ ടേക്ക് ദ ട്രീറ്റ്മെൻറ്റ് ഫ്രം ദാറ്റ്സ് ഓൺലി ചോയ്സ് ഫോർ അസ്. സ്കിന്നിനെ വെച്ച് നോക്കുവാണെങ്കിൽ യു അണ്ടർസ്റ്റുഡ്, ഇറ്റ് ഇസ് ക്ലിയർ കട്ട്, ഇറ്റ് ഇസ് ദ ഡെർമറ്റോളജിസ്റ്റ് ഓർ ജനറൽ പ്രാക്ടീഷണർ ആരാണെന്ന് വെബ്സൈറ്റിൽ കാണും. ഇറ്റ് ഇസ് ക്രിസ്റ്റൽ ക്ലിയർ. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ,
ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ. അതായത് ഞങ്ങളൊരു സീലിട്ട് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കാണും. ആ രജിസ്ട്രേഷൻ നമ്പർ ഇല്ലാതെ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ സെക്കൻഡ് തിങ് നമ്മൾ കണ്ടുവരുന്നതാണ് ഇപ്പം ചോദിച്ചത്, ഇതെല്ലാം ജമ്പ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരെ സക്സസ്ഫുൾ ആണെന്നുള്ളത്. വൺസ് ദേ ഗെറ്റ് ദ കോംപ്ലിക്കേഷൻ, അതായത് ബൊട്ടോക്സ് ചെയ്തിട്ട് ഒരു പെരുകം മുകളിലോട്ടിരിക്കുന്നു, ഒരു പെരുകം താഴോട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ തിരിച്ചു വിടും അത് കറക്റ്റ് ചെയ്യാൻ. മനസ്സിലായില്ല, അവരവിടെ വഴക്കുണ്ടാക്കും, കേസ് ഫയൽ ചെയ്യും. കേസ് ഫയൽ ചെയ്താൽ നമ്മുടെ ഇവിടുത്തെ സ്ഥിതികൾ അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. രണ്ടാമത്തത്, ഒരു ഫില്ലർ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്വെല്ലിംഗ് ഉണ്ടായി കഴിയുമ്പോഴാണ് കരഞ്ഞുകൊണ്ട് വരുന്നത് അലിയിക്കാൻ വേണ്ടി, ലിപ്പ് സ്വെല്ലിംഗ് ആയാൽ. ഇനി ഐ ഗോട്ട് വൺ മോർ പേഷ്യൻറ്റ്, അതായത് ഞങ്ങൾക്ക് ഡബിൾ ചിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഡബിൾ ചിന്നിൽ നമ്മൾ ഫോസ്ഫറ്റഡികോളിൻ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഇഞ്ചെക്ട് ചെയ്ത് ചിന്നിനെ നോർമൽ ആക്കുന്നതാണ്. ഇത് ഇവർ ഒരു 2 സെഷൻ എടുത്ത് ചെയ്തു, ഡെർമറ്റോളജിസ്റ്റ് അല്ല ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഒരു സൗണ്ട്, ഇവിടെ ഒരു നെർവ് ഉണ്ട്, മാൻഡിബുലർ നെർവ് എന്ന് പറയുന്നത്, അതിൽ ഇഞ്ചെക്ട് ചെയ്താൽ ആ നെർവ് ഡാമേജ് ആവും ലൈഫ് ലോങ്. വേണമെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ അത് റെഡി ആവും. പക്ഷേ ആ പേഷ്യൻ്റ് ഷീ ഈസ് യങ്, 24 years, ഇങ്ങനെ ഇരിക്കുന്ന കേസ്. സോ ബിഫോർ നമ്മളൊരു ഡോക്ടറിനെ ചൂസ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഞാൻ പേടിപ്പിച്ച് പറയുന്നതല്ല, കാരണം നമ്മൾ ഡെയിലി കോംപ്ലിക്കേഷൻ അവർ കേസ് കൊടുത്തത് നടക്കും. ജസ്റ്റ് ഇമാജിൻ, ഒരു കോസ്മെറ്റിക് കോംപ്ലിക്കേഷന് ആണോ ഒരു എമർജൻസി, ഇവിടെ വേറെ കേസുകൾ നടക്കുന്ന മെഡിക്കൽ ലീഗൽ കേസസ്. You got it. Yeah, so risky business ആണ് ഇതിപ്പോ. അതിന്റെ പുറകെ ഇതെന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്നവർക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ലല്ലോ. സ്കിൻ പഠിക്കാതെ അവര് പോയി ഒരു ഫെലോഷിപ്പ് ചെയ്തിട്ട് വന്ന് ചെയ്യുവാണ്. യു ഗോട്ട് ഇറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇന്ത്യാസ് നമ്പർ 1 ഓക്കെ ബൊട്ടോക്സ് ഓക്കെ കമ്പനിയുടെ സ്പീക്കർ, ദെൻ പഠിപ്പിക്കുന്ന ആള്, ടീച്ചർ, ഷീ ഈസ് ജസ്റ്റ് ജനറൽ പ്രാക്ടീഷണർ. യു ഗോട്ട് ഇറ്റ്. Because she had influence with them and she has done a fellowship from US and then come back and tell I am dermatologist. ആരും ചെക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇന്ത്യൻ ഡെർമറ്റോളജി അസോസിയേഷനും കൊച്ചിൻ ഡെർമറ്റോളജി അസോസിയേഷനും ഞങ്ങൾക്കറിയാം ഷീ ഈസ് നോട്ട് എ ഡെർമറ്റോളജിസ്റ്റ്. We can only stop her attending the conference and our presentation, all that, our group. We cannot stop her practice because she is a general practitioner. എവിടെ നോക്കിയാലും യൂറോളജിസ്റ്റിനെ കാണാം. യു അണ്ടർസ്റ്റുഡ്. നമ്മുടെ കൊച്ചി തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു യൂറോളജി ഹോസ്പിറ്റൽ, അത് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടുത്തെ ജനറൽ പ്രാക്ടീഷണർ യൂറോളജിസ്റ്റ് ഇല്ലെന്നുള്ള കാര്യം. പല സർജറികൾ വർഷങ്ങളായിട്ട് 1-2 1 lakh 2 lakhs മേളിൽ സർജറി ചെയ്ത സ്ഥലമാണ്. യു ഗോട്ട് ഇറ്റ്. സോ എല്ലാം കഴിഞ്ഞാണ് അറിയുന്നത്. ദർ ഈസ് വൺ മോർ ഇൻസിഡൻറ്റ്. ഇറ്റ് വാസ് ഇൻ ദ ന്യൂസ്. ഓക്കെ, വി ഓൾ നോ ഹിം വെരി വെൽ. ഒരു ഡോക്ടർ ചേർത്തല വർക്ക് ചെയ്യുന്നത്, പേര് പറയുന്നില്ല, ഓൾറെഡി യൂട്യൂബിലൊക്കെ ഉണ്ട്. ഹീസ് വർക്കിംഗ് ദർ. 4-5 ഹോസ്പിറ്റലിൽ പുള്ളിക്കാരൻ വർക്ക് ചെയ്യുക ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട്. പുള്ളി എന്ത് ചെയ്തു, പുള്ളിയുടെ അതേ പേരിലുള്ള വേറൊരു പുള്ളിയുടെ സീല്, ആ ഇതും രജിസ്ട്രേഷൻ നമ്പറും അതിലും ഉണ്ട്. ഓക്കെ, ഹി ടുക്ക് ദാറ്റ് ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദ ഒറിജിനൽ ഓണർ സീലിൻ്റെ ഓണർ കണ്ടുപിടിച്ചിട്ട് പുള്ളിക്കാരനെ പോലീസുകാർ ക്ലിനിക്കിൽ ചെന്നാണ് പിടിക്കുന്നത്. പുള്ളി 4 സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത് പേഷ്യൻ്റെ ഫ്രണ്ടിൽ വെച്ച്. He was just a physiotherapist failed candidate. Failed candidate. You understood? Some are very smart in this field. You got it. Because ഒരു ട്രസ്റ്റ് ഫെയ്ത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാമെന്ന് ഒരാൾക്ക് ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചീറ്റ് ചെയ്യാം. ഒരുപക്ഷെ അവർക്ക് ചെയ്യാൻ ടാലന്റ് ഉണ്ടാവും, പക്ഷെ പഠിച്ച ഒരുപാട് പേര് വേറെ ഉണ്ട്. ഡെഫിനറ്റ്ലി. അപ്പം നമ്മൾ അങ്ങനെയാണ് ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റ്സിന് പോവേണ്ടത്. ബോട്ടോക്സ് ആണെങ്കിലും ഫില്ലേഴ്സ് ആണെങ്കിലും ചിൻ എക്സ്റ്റൻഷൻസ് ആണെങ്കിലും എന്ത് ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും സ്കിന്നിന്റെ എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും നമ്മൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കോസ്മെറ്റിക് ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം. പിന്നെ പണ്ടേ തൊട്ടുള്ളൊരു ഇതുണ്ട്, ഈ ഹെയർ വരാത്തപ്പോഴത്തേക്ക് നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്നുള്ളത്. അതിലെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നല്ലൊരു കാര്യമല്ലേ, നല്ല ഷേപ്പിൽ ഇങ്ങനെ നല്ല കറക്റ്റ് നമ്മുടെ ഹെയർ ലൈനൊക്കെ കറക്റ്റ് ആയിട്ട് വന്ന് നമുക്കിപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഇവിടെ ഒന്നും ഹെയർ ഇല്ലെങ്കിൽ കറക്റ്റ് നമ്മുടെ ഹെയറിനനുസരിച്ച് കൂടുതലും ആണുങ്ങൾക്കാണ് കൂടുതലും ചെയ്യുന്നത്. കഷണ്ടിയുടെ ഉള്ള അങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ട്രാൻസ്പ്ലാന്റേഷൻ സാർ, അത് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ സൈഡ് എഫക്ട്സ്? നമുക്ക് ആദ്യം ഡോണർ ഏരിയ വേണം. ഡോണർ ഏരിയ നല്ലത്, ഇതാണ് ഞങ്ങൾ ഡോണർ ഏരിയ എന്ന് പറയുന്നത്. ഇത് ഹോർമോൺ റിലേറ്റഡ് ഹെയർ അല്ല, ബാക്കിയുള്ള ഹോർമോൺ റിലേറ്റഡ് ഹെയർ ആണ് പോകുന്നത് സാധാരണ. അപ്പം ഈ ഏരിയയിൽ നിന്ന് നമ്മളൊരു പ്ലാന്റ് നമ്മൾ പറിച്ചെടുത്ത് വേറെടുത്ത് നടുക. അതായത് നമ്മളൊരു ചെറിയ ഒരു ഹോൾട്ട് ഓരോ മുടിയും പറിച്ചു വെക്കുകയാണ്. ഞാൻ ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഫാഷനാണ് പറയുന്നത്.
അതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ഈസ് സക്സസ്ഫുൾ. ഓക്കെ, ദർ ഇസ് നോ സൈഡ് എഫക്ട് വിത്ത് ഹെയർ ട്രാൻസ്പ്ലാന്റ്. പക്ഷേ സ്റ്റെറിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നല്ലൊരു OT ചെയ്യിക്കണം. അത് ചെയ്യുന്നത് ആരാ? എഗെയിൻ ഐദർ എ പ്ലാസ്റ്റിക് സർജൻ ഓർ ഡെർമറ്റോളജിസ്റ്റ് ഷുഡ് ഡു ദാറ്റ്. ഇവർക്ക് രണ്ടുപേർക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ഓർ എ സർജൻ ക്യാൻ ഡു ഹെയർ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കോംപ്ലിക്കേഷൻ പലതും കണ്ടുവരുന്ന ഈയിടെയായിട്ട് സ്റ്റെറിലിറ്റി ഇല്ല. സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത് ഇല്ലാത്തപ്പോൾ എന്ത് പറ്റും? നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. എറ്റിപ്പിക്കൽ മൈക്രോബാക്ടീരിയമാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവും. ഫുൾ സ്വെല്ലിംഗ് ഉണ്ടാവും. കൊച്ചി തന്നെ പല ക്ലിനിക്കുകളും അവിടെ ചെയ്യുന്നത് ഒരു ഡെർമറ്റോളജിസ്റ്റോ പ്ലാസ്റ്റിക് സർജനോ അല്ല. ജോണ്ടിസ് എഗെയിൻ ഇത് പോയി പഠിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ട് ഇവർ വന്നിട്ട് ഇവരുടെ ഓൺ സെൻറ്റർ തുടങ്ങുവാണ്. യു ഗോട്ട് ഇറ്റ്. ഈയിടെ ഒരു പ്രശ്നം ഉണ്ടായത് ഇത് സിമ്പിൾ. ഈ സ്റ്റെറിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കൈ ശരിക്കും കഴുകാതെയും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എറ്റിപ്പിക്കൽ മൈക്രോബാക്ടീരിയം വെള്ളത്തിലുണ്ടാവും. ഫുൾ സ്വെല്ലിംഗ് ആയിട്ട് വീണ്ടും പുള്ളിയുടെ തലയിൽ പല മാർക്ക് വന്നത് ആ സ്വെല്ലിങ്ങിൻ്റെ അകത്ത് പസ് എടുത്ത് കളയാൻ വേണ്ടി അമൃതയിലുമാണ് ചെയ്തത്. സോ വെൻ യു ചൂസ് എ ഹെയർ ട്രാൻസ്പ്ലാന്റ്, ആസ്ക് ഫസ്റ്റ് വെദർ യു ആർ എ പ്ലാസ്റ്റിക് സർജൻ ഓർ എ ഡെർമറ്റോളജിസ്റ്റ്. ഇവിടെയും ടെക്നീഷ്യനാണ് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർ കുറച്ച് ടെക്നീഷ്യനെ വെക്കും ഇത് പറിച്ച് നടാൻ വേണ്ടി. യു ഗോട്ട് ഇറ്റ്. സോ മിക്ക ക്ലിനിക്കുകളും ചെയ്യുന്ന ടെക്നീഷ്യനാണ്, അല്ലാതെ മെയിനായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റ് ചെയ്യുന്ന ക്ലിനിക്കുകൾ കുറവാണ് കൊച്ചിയിലെ ഹെയർ ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഇതേപോലെ കറക്റ്റ് ഡോക്ടേഴ്സ് തന്നെ നേരിട്ട് ചെയ്യുന്ന സ്ഥലം ചെയ്യുക. ഇനിയിപ്പോൾ ടെക്നീഷ്യൻസ് ആണെങ്കിലും ആ ടെക്നീഷ്യൻസ് ക്വാളിഫിക്കേഷൻ ഈ പറയുന്നത് പോലെ അവർ ചൂസ് ഡോക്ടർ പ്രോപ്പർലി, ആ സ്പെഷ്യാലിറ്റി ചൂസ് ചെയ്യുക. അതാണ് എൻ്റെ ടേക്ക് അവേ മെസ്സേജ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.